ഹായ് എവരിവൺ, വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് RRB ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന 3 പോയിന്റ്സ് ആണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടോ, റിജക്റ്റ് ആയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നതെല്ലാം ഈ ഒരു ഇതിൽ വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസിലാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഫഷണലി അക്സെപ്റ്റഡ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ RRB അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, തുടർന്ന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും അതേപോലെ എക്സാം ഡേറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊഫഷണലി അക്സെപ്റ്റഡ് വിത്ത് കണ്ടീഷൻസ്, അതായത് എന്തൊക്കെയോ തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിലുണ്ട്, അത് നിങ്ങൾ ലിങ്കിൽ ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ RRB റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് റിജക്റ്റഡ് ആണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് RRB റിജക്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എന്തൊക്കെയോ തരത്തിലുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനാലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് RRB റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റിന്, ഏതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ്. നവംബർ 17 നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് വരുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ എക്സാമിന് 10 ഡേയ്സ് മുന്നേ നിങ്ങളുടെ എക്സാം ഡേറ്റ് ആൻഡ് സിറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാം ഡേറ്റിന് ഒരു 3 to 4 ഡേയ്സ് മുന്നേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേഷൻ ആണ് RRB ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടുമാണ് എൻക്വയറി നമ്പർ. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ടീം ആൻഡ്രന്റെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ സെക്ഷനുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.